മൈസൂർ രാജവംശത്തിലെ 24ാമത്തെ മഹാരാജാവായിരുന്ന കൃഷ്ണരാജ വാടിയാർ നാലാമൻ ഒരു ഭക്ഷണപ്രിയനായിരുന്നു അത്രേ. മൈസൂരിലെ അംബാവിലാസ് കൊട്ടാരത്തിൽ അദ്ദേഹത്തിന് ഭക്ഷണം പാകം ചെയ്യാനായി തന്നെ വലിയൊരു പാചകപ്പുരയും ഉണ്ടായിരുന്നുവെന്നതാണ് ചരിത്രം. കാക്കാസുര മടപ്പ എന്നയാളായിരുന്നു അദ്ദേഹത്തിൻ്റെ അടുക്കളയിലെ ചീഫ് കുക്ക്. മടപ്പ മഹാരാജാവിനെ തൃപ്തിപ്പെടുത്താൻ പലതരം ഭക്ഷണങ്ങൾ പരീക്ഷിച്ച് ഉണ്ടാക്കി നൽകുകയും ചെയ്തിരുന്നുവെന്നും നമുക്ക് കാണാം. അങ്ങനെ ചണപ്പരിപ്പിൻ്റെ മാവും നെയ്യും പഞ്ചസാരയും ചേർത്ത് പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരിക്കൽ മടപ്പ ഒരു പലഹാരം ഉണ്ടാക്കി. പലഹാരം പരീക്ഷിച്ച് സംതൃപ്തനായ വാടിയാർ രാജാവ് മടപ്പയെ വിളിച്ചു വരുത്തി അതിൻ്റെ പേര് ചോദിച്ചു. മടപ്പ പെട്ടെന്ന് തൻ്റെ വായിൽ തോന്നിയ ഒരു പേരങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. മൈസൂരു പാക്ക. പാക്ക എന്ന വാക്കിൻ്റെ അർത്ഥം അതിമധുരമുള്ളത് എന്നാണ്. മൈസൂരിൽ ഉണ്ടാക്കിയ അതിമധുരമുള്ള സാധനം മൈസൂരു പാക്ക. പിൽക്കാലത്ത് അതങ്ങനെ തന്നെ അറിയപ്പെട്ടു. സംഗതി പിടിച്ച രാജാവ് കൊട്ടാരത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തു തന്നെ ഒരു മൈസൂരു പാക്ക പലഹാരക്കട തുടങ്ങാൻ മടപ്പയോട് ആവശ്യപ്പെട്ടു. ആളുകൾ മൈസൂരു പാക്കയെ പറഞ്ഞ് മൈസൂർ പാക്ക് ആയി മാറുകയാണ് പിൽക്കാലത്തുണ്ടായത്. അതാണ് കർണാടകയിൽ ജനിച്ച മൈസൂർ പാക്കിന് പാകിസ്ഥാനുമായുള്ള ബന്ധം. പാകിസ്ഥാനോടുള്ള വിരോധം പ്രകടിപ്പിക്കാനും രാജ്യസ്നേഹം കാണിക്കാനുമായി ഒരു ഉത്തരേന്ത്യൻ ബേക്കറിക്കാരൻ മൈസൂർ പാക്കിൻ്റെ പേര് മൈസൂർ ശ്രീ എന്നാക്കിയത്രേ. ചിരിക്കുകയല്ലാതെ നമ്മളെന്താണ് ചെയ്യേണ്ടത്? ഇനി മറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ. ഓംലെറ്റ് എന്നൊരു സാധനമുണ്ടല്ലോ. നമ്മുടെ അറിവിൽ മിക്കയിടങ്ങളിലും അതിനെ ഓംലെറ്റ് എന്നു തന്നെയാണ് പറയുന്നത്. ഇന്ത്യക്കാരോടുള്ള വിരോധം കാരണമായി ഏതെങ്കിലും ഒരു പാകിസ്ഥാൻ ഹോട്ടലുകാരൻ തൻ്റെ വിലപ്പട്ടികയിൽ ഓംലെറ്റിനു പകരം വല്ല നാസർലെറ്റെന്നോ സെയ്ദുലെറ്റെന്നോ മുഹമ്മദ് ലെറ്റെന്നോ ഒക്കെ പേരിട്ടാൽ എങ്ങനെയുണ്ടാകും? ചൈന അതിർത്തി കയ്യേറി ഒരു ഗ്രാമം തന്നെ നിർമ്മിച്ചപ്പോൾ ചൈനീസ് ആപ്പുകൾ നിരോധിച്ച രാജാവിൻ്റെ പ്രജകൾ പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിച്ചപ്പോൾ മൈസൂർ പാക്കിൻ്റെ പേരെങ്കിലും മാറ്റേണ്ടേ? യഥോ രാജ് തഥോ പ്രജ. നന്ദി.